സമാനമായ ദുരന്തം സംഭവിക്കാൻ സാധ്യതയുള്ള മേഖലകൾ തൊട്ട് കിടക്കുകയാണ്. അവിടെയൊക്കെ ഈ ട്രിഗറിംഗ് ഫാക്ടറായ മഴ ഇനിയും പെയ്യാം. കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള മഴ മുന്നറിയിപ്പുകൾ വരുന്നുണ്ട്. അവിടെ മാത്രമല്ല മറ്റിടങ്ങളിലും. അവിടെയൊക്കെ ഒരു മുന്നൊരുക്കത്തിലേക്ക് നീങ്ങണം. നമ്മൾ ഈ ഒരു ദുരന്തത്തിൽ പകച്ചു നിന്ന് അവിടുത്തെ സെന്റിമെന്റ്സ്, അവിടെ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ കാണുമ്പോൾ ഉള്ള വിഷമം, അതെല്ലാം നമ്മുടെ ഭാഗത്ത് തന്നെ ഉണ്ടാകണം, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകണം. നമ്മൾ അവരോടത് കാണിക്കണം. ആ എമ്പതി നമുക്ക് വേണം. എന്നാൽ അതൊരു സിമ്പതിയായി മാറരുത്. നമുക്കിനി അവർക്ക് സിമ്പതി അല്ല വേണ്ടത്. ഇനി അവർക്ക് അതിജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കൃത്യമായ സഹായം, കൃത്യമായ സംവിധാനം അത് ഒരുക്കി കൊടുക്കുകയാണ്. അല്ലാതെ നമ്മളിങ്ങനെ സിമ്പതറ്റിക്കായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഷോ ദം എമ്പതി കാണിക്കുക, അവരോട് അനുതാപം കാണിക്കുക. അതേസമയം തന്നെ അവർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക. ക്യാമ്പിലുള്ള ആരോട് ചോദിച്ചാലും നിങ്ങൾക്ക് എങ്ങനെ പുനരധിവാസം വേണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഞങ്ങളെ കെട്ടിപ്പിടിച്ച് ഞങ്ങൾക്കൊപ്പം ഇരിക്കണമെന്നല്ല അവർ പറയുന്നത്. ഞങ്ങൾക്കൊരു വീട്ടിലേക്ക് പോകണം, ഈ ക്യാമ്പിൽ മടുത്തു. എത്ര ദിവസമായി? 12 ദിവസമായി. ചുരുങ്ങിയതൊരു 10 ദിവസമെങ്കിലും, രണ്ടാമത്തെ ദിവസമെങ്കിലും ക്യാമ്പിൽ വന്ന ആളുകളായിരിക്കുമല്ലോ. 10 ദിവസമൊക്കെ നമ്മുടേതല്ലാത്തൊരു വാസസ്ഥലത്ത് നമുക്ക് കഴിയാൻ കഴിയുമോ? അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാമല്ലോ.